Hello dears, welcome to the class. Today we are discussing about lines and circles. വരകളും വൃത്തങ്ങളും. Okay, let's start our class. Line math. Did you see the pictures? കുറച്ച് ചിത്രങ്ങൾ കണ്ടില്ലേ? A bridge made with upright pillars and slanted supports. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നു. ആദ്യത്തെ പിക്ചർ കണ്ടില്ലേ? അതിലെങ്ങനെയാണ് അതിൻ്റെ അപ്രൈറ്റ് പില്ലേഴ്സാണ്, അതിനെ താങ്ങി നിർത്തുന്ന ആ പില്ലേഴ്സൊക്കെ എങ്ങനെയാണ്? കുത്തനെ മുകളിലോട്ടാണ് അല്ലേ? അതുപോലെ തന്നെ സ്ലാൻഡഡ് സപ്പോർട്ട്സ്, അതിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ചരിഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ്. കുത്തുബ് മിനാർ ആൻഡ് ദ അയൺ പില്ലർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. അതുപോലെ തന്നെ കുത്തുബ് മിനാറും അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അയൺ പില്ലറും എങ്ങനെയാണ്? സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ആണ്, നേരെയാണ്, കുത്തനെയാണ് നിൽക്കുന്നത്. ദ ലീനിങ് ടവർ ഓഫ് പിസ ബിൽറ്റ് ദോ വെർട്ടിക്കൽ ബട്ട് ടിൽറ്റിംഗ് ഇൻ ടൈം. ദ ലീനിങ് ടവർ ഓഫ് പിസ, പിസ ഗോപുരം എങ്ങനെയാണ് നിർമ്മിച്ചത്? വെർട്ടിക്കലായിട്ടാണ്, കുത്തനെയാണ്, നേരെയാണ് നിർമ്മിച്ചത്. പക്ഷേ എങ്ങനെയാണ്? കാലക്രമത്തിൽ അത് ചരിഞ്ഞു. ടിൽറ്റിംഗ് ഇൻ ടൈം. A table made with planks of straight and slanted edges and legs straight and slanted. പിന്നെ തന്നിരിക്കുന്നത് ഒരു ടേബിളാണ് അല്ലേ? ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ടേബിളാണ്. അതിനെങ്ങനെയാണ്? സ്ട്രെയിറ്റ് ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ സ്ലാൻറ്റഡ്, ചെരിഞ്ഞിട്ടും ഉണ്ട് അല്ലേ? അതിൻ്റെ അറ്റഭാഗമൊക്കെ ചെരിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കാലുകളും എങ്ങനെയാണ്? സ്ട്രെയിറ്റിലുള്ളതുമുണ്ട്, ചരിഞ്ഞിട്ടുള്ളതുമുണ്ട് അല്ലേ? Before actually building this bridge or table, accurate plans must be drawn. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിലും ഒരു ടേബിൾ നിർമ്മിക്കുകയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, വരയ്ക്കണം. കണ്ടില്ലേ താഴെ? എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വരച്ചിരിക്കണം. എന്നാലാണ് അത് പൂർണ്ണമായും അതിൻ്റെ രൂപത്തിൽ എത്തുകയുള്ളൂ. നമ്മൾ വരച്ചു നോക്കുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാനുണ്ട്. ജോമെട്രിയിൽ പോളിഗൺസ് എന്ന് പറയുന്നത് ഓരോ സൈഡ്സ്, എത്ര സൈഡ്സ് ഉപയോഗിച്ചാണ് ഓരോ രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതിനെയാണ് പോളിഗൺസ് എന്ന് പറയുന്നത്. 3 സൈഡുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രയാങ്കിൾ എന്നും. 4 ലൈൻസ്, 4 സൈഡുകൾ അല്ലെങ്കിൽ 4 ലൈൻസ് കൂടിച്ചേർന്ന ആ രൂപത്തെ ക്വാഡ്രിലാറ്ററൽസ് എന്നും പറയുന്നു. ഇനി 5ഉം 6ഉം സൈഡൊക്കെ ഉള്ളതുണ്ട്. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ് കൂടിച്ചേർന്നതാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നോക്കാം. റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ, പാരലോഗ്രാം, റൂംഫസ്, ട്രേപ്സോയിഡ്, കൈറ്റ്. ഇതൊക്കെയാണ് 4 രൂപങ്ങൾ, 4 സൈസ് ക്വാഡ്രിലാറ്ററൽസ് ഉള്ളത്. അതിൽ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പാരലോഗ്രാമിൻ്റെയും റൂംബസിൻ്റെയും ഒക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കി പഠിക്കണം. സ്പെഷ്യലി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ 90 ഡിഗ്രി. റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിൾസും 90 ഡിഗ്രിയാണ്. കണ്ടില്ലേ? ഓരോ ഡിഗ്രിയും ഒരേ പോലെ ആയിരിക്കും. ഇനി സ്ക്വയർ എന്ന് പറയുന്നത് 4 ഭാഗവും തുല്യമായിരിക്കും. പാരലോഗ്രാം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കില്ല ഓരോ ആംഗിൾ വരുന്നതും, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെല്ലാം തുല്യമായിരിക്കും. റോംബസ് എന്ന് പറയുന്നത് സ്ക്വയർ പോലെ തന്നെയാണ്, 4 ഭാഗവും തുല്യമാണ്, പക്ഷേ അത് എങ്ങനെയാണ്? 90 ഡിഗ്രി ആയിരിക്കില്ല. ട്രാപ്സോയിഡ് എന്ന് പറയുന്നത് 2 സൈഡ് പാരലൽ ആയിരിക്കും, പക്ഷേ മറ്റ് ഓപ്പോസിറ്റ് സൈഡുകൾ ഒരിക്കലും തുല്യ അളവ് ആയിരിക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി വരച്ച് തുടങ്ങാനായിട്ട്. ഓക്കെ, ലെറ്റ് us also start to draw first a rectangle. നമുക്കും വരച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാം. 2 pairs ഓഫ് ഈക്വൽ സൈഡ്സ്. റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ലെങ്ത്ത് 2ഉം ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ വിഡ്ത്ത് 2ഉം ഈക്വൽ ആയിരിക്കും. 2 pairs ഓഫ് പാരലൽ സൈഡ്സ്.
ഈ സൈഡുകൾ ഒരിക്കലും കൂട്ടിമുട്ടുക ചെയ്യുന്നില്ല, പാരലലായി പോവുകയാണ്. ഫോർ റൈറ്റ് ആംഗിൾസ്, അതുപോലെ തന്നെ 4 കോണുകളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ലെങ്ത്ത് തന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുള്ള ലെങ്ത്ത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് തന്നു കഴിഞ്ഞാൽ അപ്പുറത്തേതും സെയിം ആയിരിക്കും. ഇനി നമുക്ക് വരയ്ക്കാം. എത്രയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിലിൽ നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തണം അല്ലേ? എത്ര സെൻറ്റിമീറ്റർ ആണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്കെയിലിൽ എങ്ങനെ അടയാളപ്പെടുത്തും? 10 ലൈനുകൾ, ചെറിയ ലൈനുകൾ, അതാണ് മില്ലിമീറ്റർ അല്ലേ? അങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ചേർന്നതാണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 എന്നുള്ളതിന് മുൻപുള്ള 10 വരകൾ ചേർന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 5 വരെ നോക്കുക. അപ്പോൾ 50 മില്ലിമീറ്റർ ആണ് 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതുപോലെ തന്നെ ബ്രെഡ്ത്തും വരയ്ക്കണം. എത്രയാണ്? മുകളിലേക്ക് അല്ലേ? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ സ്കെയിലിൽ 3 വരെ അടയാളപ്പെടുത്തി വരയ്ക്കുക. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ, കോണുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ? കുത്തനെ നിൽക്കും. നൗ ഫ്രം വൺ എൻഡ് ഓഫ് ദിസ് ലൈൻ ലെറ്റ്സ് ഡ്രോ upward another line of 3 centimeters. For this we are going to use a set square from the geometry box. നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ചു അല്ലേ? അത് നമ്മൾ എന്തുപയോഗിച്ചാണ് വരച്ചത്? സ്കെയിൽ ഉപയോഗിച്ചാണ് വരച്ചത്. ഇനി 3 സെൻറ്റിമീറ്ററും നമുക്ക് അതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. പക്ഷേ നമുക്കിനി ജോമെട്രിക് ബോക്സിലെ മറ്റ് ഇൻസ്ട്രുമെൻ്റ് കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അതേതാണ്? സെറ്റ് സ്ക്വയേഴ്സ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ജോമെട്രി ബോക്സിൽ 2 സെറ്റ് സ്ക്വയേഴ്സാണ് ഉള്ളത്. ഒന്ന് സ്മോളും ഒന്ന് ലാർജും അല്ലേ? കണ്ടില്ലേ? ചെറുതിൻ്റെ അളവ് എന്ന് പറയുന്നത് 45 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി. ഇങ്ങനെയാണ് അതിൻ്റെ ആംഗിളിൻ്റെ, കോണിൻ്റെ അളവ് വരുന്നത്. വലുതിൻ്റേതോ 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാനും നമുക്ക് എന്തുപയോഗിക്കാം? ചെറിയ സെറ്റ് സ്ക്വയർ എടുക്കുക. അതിൽ മിഡിൽ ഭാഗം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ, 2 സെറ്റ് സ്ക്വയറിൻ്റെയും മിഡിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ദാറ്റ് മേക്സ് ഹാഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ താഴെ 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയത് ഏത് വെച്ചിട്ടാണ്? നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ കൂടി കിട്ടി. ഇപ്പോൾ പകുതി ഭാഗം പൂർത്തിയായി അല്ലേ? ഇനി എന്താണ്? നൗ ഇൻ ദ സെയിം വേ ഡ്രോ അറ്റ് 3 സെൻറ്റിമീറ്റർ ലൈൻ സ്ട്രെയിറ്റ് അപ്പ് ഫ്രം ദ അതർ എൻഡ്. ഇതുപോലെ തന്നെ നമ്മളോട് അടുത്ത സൈഡും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. By joining the tops of the 2 vertical lines we have our rectangle. അങ്ങനെ നമ്മൾ താഴെ 5 സെൻറ്റിമീറ്റർ വരച്ചു, 2 സൈഡിലായും 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി അതിൻ്റെ മുകൾ ഭാഗം കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ? ഡോണ്ട് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇല്ലേ ഇവിടെ? വി ഡിഡിൻറ്റ് ആക്ച്വലി മെഷർ ദ ടോപ്പ് ലൈൻ, ഡിഡ് വി? നമ്മൾ മുകളിലത്തെ ലൈൻ മെഷർ ചെയ്തിട്ടല്ല എഴുതിയിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്. നമ്മൾ വെറുതെ യോജിപ്പിക്കുകയാണ് ചെയ്തത്. വുഡ് ഇറ്റ് ബി ഓൾസോ 5 സെൻറ്റിമീറ്റേഴ്സ്? അതും 5 സെൻറ്റിമീറ്റർ ആണോ? അപ്പോൾ എങ്ങനെയാണ്? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു ഇല്ലേ? അതിൽ പറഞ്ഞിരിക്കുന്നു ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡും എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആ സൈഡും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് അളക്കാതെ തന്നെ പറയാൻ പറ്റും ഈ റെക്റ്റാങ്കിളിൻ്റെ മുകൾ ഭാഗം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. മെഷർ ഇറ്റ് ആൻഡ് ചെക്ക്. ഇഫ് യു ഹാവ് ഡ്രോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് വിത്തൗട്ട് എനി സ്ലാൻറ്റ് ഇറ്റ് വിൽ ഓൾസോ ബി 5 സെൻറ്റിമീറ്റർ.
നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മളൊരു ചിത്രം വരച്ചു അല്ലേ, ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വേറെ ചരിവുകളൊന്നുമില്ലാതെ കറക്റ്റായാണ് 90 ഡിഗ്രിയിലാണ് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നാൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലൈൻസ് എക്സാക്ട്ലി സ്ട്രെയിറ്റ് അപ്പ്? ദ റൈറ്റ് സൈഡ് സീംസ് ടു ബി എ ലിറ്റിൽ ഓഫ്, ഡസൻറ്റ് ഇറ്റ്? ലെറ്റ്സ് ചെക്ക് ഇറ്റ് വിത്ത് എ സെറ്റ് സ്ക്വയർ. എന്നാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ പോലെ ഉണ്ട് അല്ലേ, പക്ഷേ അതിന് ചെറിയ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെരിവ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ സെറ്റ് സ്ക്വയർ എങ്ങനെയാണ് വെക്കേണ്ടത്? കാണുന്ന റൈറ്റ് സൈഡിലാണ് ചെരിവ് തോന്നുന്നത്. അപ്പോൾ താഴെയുള്ള ഭാഗത്ത് മുട്ടിച്ച് പോയിൻ്റ് ചെയ്ത് വെക്കണം. 90 ഡിഗ്രി ചരിക്കാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പിക്ചറിൽ ഒരു ചെറിയ ചരിവ് കാണാൻ പറ്റും, കണ്ടില്ലേ? നൗ മെഷർ ദ ബോട്ടം സൈഡ് ആൻഡ് ദ ടോപ്പ് സൈഡ്. ആർ ദേ ഓഫ് ഈക്വൽ ലെങ്ത്? ലെറ്റ്സ് ഡ്രോ അനദർ പിക്ചർ. ഡ്രോ എ ലോങ് ലൈൻ ആൻഡ് മാർക്ക് ഓഫ് 5 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ്. നമുക്ക് ബോട്ടം സൈഡും ടോപ്പ് സൈഡും ഒക്കെ ഈക്വൽ ആണോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് വേറൊരു പിക്ചർ കൂടി വരച്ച് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു 5 സെൻറ്റിമീറ്റർ, ആദ്യമായിട്ട് ഒരു ലോങ് ലൈനാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് അളവ് നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ആ ലൈനിൽ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. പ്ലേസ് ദ ലോങ്ങർ സെറ്റ് സ്ക്വയർ അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ആസ് ഇൻ ദ പിക്ചർ ബിലോ ആൻഡ് ഡ്രോ എ ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലോങ്ങർ സെറ്റ് സ്ക്വയർ എടുത്തിട്ട്, അതായത് അതിൻ്റെ അളവ് എത്രയൊക്കെയാണ്? 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? അതെടുത്ത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തണം. ഒരു ലൈൻ വരയ്ക്കണം. മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. 5 സെൻറ്റിമീറ്റർ നമ്മൾ താഴെ ലെങ്ത്ത് അടയാളപ്പെടുത്തി. ഇനി ബ്രെഡ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഒരു ലൈൻ വരയ്ക്കുക. നൗ സ്ലൈഡ് ദ സെറ്റ് സ്ക്വയർ 5 centimeters to the right and draw another line like this. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു ലൈൻ നമ്മൾ മുകളിലോട്ട് വരച്ചു അല്ലേ? സ്ലാൻഡഡ് ആയിട്ടുള്ള ഒരു ലൈനായിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയറിനെ 5 സെൻറ്റിമീറ്റർ ഒന്ന് നീക്കുക. ഫ്രണ്ടിലോട്ട് പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നീക്കിയതിന് ശേഷം ആദ്യം കാണിച്ചതുപോലെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ ഒരു ലൈൻ വരച്ചു ചേർക്കുക. മാർക്ക് ഓഫ് 3 സെൻറ്റിമീറ്റേഴ്സ് ഓൺ ബോത്ത് ദ സ്ലാൻഡഡ് ലൈൻസ് ആൻഡ് ഇറേസ് ദ റെസ്റ്റ് ഓഫ് ദ ലൈൻസ്. ഡ്രോ എ ലൈൻ ജോയിനിങ് ദീസ് 2 എൻഡ്സ്. ഇറേസ് ദ പാർട്ട് ഓഫ് ദ ബോട്ടം ലൈൻ ഓൾസോ ബിയോണ്ട് ദ 5 സെൻറ്റിമീറ്റർ മാർക്ക്. ഇങ്ങനെ 2 ലൈൻ മുകളിലേക്ക് വരച്ചു കഴിഞ്ഞു അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. സ്ലാൻഡഡ് ലൈനാണ് അല്ലേ? ചരിഞ്ഞ വരകളാണ്. അതിൽ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് മായ്ച്ച് കളയാം. അതുപോലെ തന്നെ മുകളിൽ ഒരു ലൈൻ കൂടി യോജിപ്പിച്ച് ചേർക്കണം. നമ്മൾ നേരത്തെ റെക്റ്റാങ്കിളിന് വരച്ചില്ലേ, അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ ഒരു ലൈൻ കൊടുക്കണം. അതാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? താഴത്തെ 5 സെൻറ്റിമീറ്ററിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കും. മെഷർ ദ ടോപ്പ് സൈഡ്. ഈസ്ൻ്റ് ഇറ്റ് ഓൾസോ 5 സെൻറ്റിമീറ്റർ? എന്നിട്ട് അളന്ന് നോക്കണം, അത് 5 സെൻറ്റിമീറ്റർ ആണോ എന്ന് നോക്കണം. അളന്ന് നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇഫ് വി യൂസ് ദ അതർ കോർണർ ഓഫ് ദ സെറ്റ് സ്ക്വയർ ഇൻസ്റ്റെഡ് വി വിൽ ഗെറ്റ് എ പിക്ചർ ലൈക്ക് ദിസ്. ട്രൈ ഇറ്റ്. ഇനി സെറ്റ് സ്ക്വയറിൻ്റെ വേറെ കോർണേഴ്സൊക്കെ ഉണ്ട് അല്ലേ? ഒന്ന് 30 ആണെങ്കിൽ ഒന്ന് 60 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ 60 ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? ഇനി 30 വെച്ച് വരച്ച് നോക്കാം, പിന്നെ 60 വെച്ച് വരച്ച് നോക്കാം, അതുപോലെ തന്നെ 45 ഡിഗ്രി വെച്ച് വരച്ച് നോക്കാം. നിങ്ങളും അതുപോലെ തന്നെ അളന്ന് വരച്ച് നോക്കാൻ ശ്രമിക്കണം. മെഷർ ദ ടോപ്പ് സൈഡ്സ് ഓഫ് ഈച്ച് പിക്ചർ. ആർ ദേ 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്? In an earlier picture, when the right side was a little tilted, the length of the top side changed. But in all the 3 pictures drawn now, though the left and right sides were tilted,
The top length didn't change. Will the length of the top side remain unchanged even if we tilt the left and right sides to any extent? Suppose we put the set square at the ends of the 5 cm line like this. രണ്ട് ചിത്രങ്ങളുടെയും മുകൾ വശം അളന്നു നോക്കാൻ പറഞ്ഞു. 5 സെൻറ്റിമീറ്റർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനാണ്. മുമ്പ് വരച്ച ഒരു ചിത്രത്തിൽ വലതുവശം മാത്രം അല്പം ചെരിഞ്ഞപ്പോൾ എങ്ങനെയാണ് മുകളിലെ വശങ്ങളിൽ നീളം മാറി അല്ലേ? ഇപ്പോൾ വരച്ച 3 ചിത്രങ്ങളിലും 2 വശങ്ങളും ചരിച്ചിട്ടും മുകളിലെ നീളം മാറിയില്ല. നമ്മൾ ആദ്യത്തെ ഒരു ചിത്രം വരച്ചു, അതേതായിരുന്നു? റെക്റ്റാങ്കിൾ ആയിരുന്നു അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗം, ഒരു റൈറ്റ് സൈഡ് ചരിച്ചപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നീളം മാറി. കാരണം എന്താണ്? റൈറ്റ് ആംഗിളാണ് അല്ലേ? 90 ഡിഗ്രിയാണ് 4 ഭാഗത്തും വരേണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വരച്ച ചിത്രം എങ്ങനെയാണ്? സ്ലാൻഡഡ് ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് 90 ഡിഗ്രി അല്ല. അങ്ങനെ നമ്മൾ 2 ചിത്രവും വരച്ചു, അത് കൂട്ടി യോജിപ്പിച്ചു. മുകൾ ഭാഗം കൂട്ടി യോജിപ്പിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? നമുക്ക് താഴെയുള്ള ആ 5 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് കിട്ടി. കാരണം എന്താണ്? ഇതും ഒരു പാരലോഗ്രാമാണ് അല്ലേ? 2 ലൈനുകളും കൂട്ടിമുട്ടാതെ പോകുന്നുണ്ട്. ഈക്വൽ സൈഡായിരിക്കും. ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ സൈഡും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾസ് എത്രയായിരിക്കില്ല? 90 ഡിഗ്രി ആയിരിക്കില്ല. 90 ഡിഗ്രി ആണെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ വരച്ച ഈ പിക്ചർ റെക്റ്റാങ്കിൾ അല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാസ്റ്റ് കാണിച്ചില്ലേ 5 സെൻറ്റിമീറ്റർ നമ്മൾ ലാർജർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ വെച്ചു, അപ്പുറത്തെ സൈഡ് 5 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ ആ സെറ്റ് സ്ക്വയർ വെച്ച് ലൈൻ കൊടുത്തു. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. പക്ഷെ നമുക്ക് കിട്ടുന്ന ചിത്രം എങ്ങനെയാണ്? താഴെ പോലെയല്ല, 5 സെൻറ്റിമീറ്റർ അല്ല മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചപ്പോൾ ബ്രെഡ്ത്ത് സൈഡ് 3 സെൻറ്റിമീറ്ററും അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് 3 സെൻറ്റിമീറ്ററും തന്നെയാണ്. പക്ഷേ മുകൾ ഭാഗം കൂട്ടി യോജിപ്പിച്ചപ്പോൾ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണോ? അല്ല അല്ലേ? If we extend the left and right sides, we get a triangle like this. ഇനി ആ 2 സൈഡും 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയ 2 സൈഡും മുകളിലോട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? കണ്ടില്ലേ? ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുക. We have measured the slanted sides of the triangle. Now using a scale and set squares, try drawing these pictures. ചരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഭാഗം എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അളന്ന് നോക്കണം. സെറ്റ് സ്ക്വയറും അതുപോലെ തന്നെ സ്കെയിലൊക്കെ ഉപയോഗിച്ച് അളന്ന് നോക്കണം. എല്ലാവരും ഈ പിക്ചേഴ്സൊക്കെ വരച്ചു നോക്കുകയും വേണം. All the lines in the pictures below are of 3 centimeters length. Draw and color them. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ 3 സെൻറ്റിമീറ്റർ ലെങ്ത്താണുള്ളത്. അപ്പോൾ എല്ലാവരും 3 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്ത് വെച്ച് ഈ പിക്ചേഴ്സൊക്കെ വരച്ചു നോക്കണം. Draw the first picture with length as shown and then color it as in the second picture. ആദ്യത്തെ പിക്ചർ കണ്ടില്ലേ? ഇതിലുള്ള അളവുകൾ വരച്ച് രണ്ടാമത്തെ കളർ പോലെ ചെയ്ത് നോക്കണം. Draw this picture. ഈ പിക്ചർ ഒന്ന് വരച്ചു നോക്കൂ. Okay dears, complete your textbook activities and study well. See you in next class. Thank you.